ഇതാ KG ടീച്ചേഴ്സ് ഇവിടെ അവതരിപ്പിക്കുന്നു ഒരു കൊച്ചു കഥ സ്കിറ്റ് രൂപത്തിൽ. ബഹുമാനം. രാമ 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 രാമ, മുത്തശ്ശിക്ക് നാമം ജപിക്കാൻ ഒന്നിവിടെ ഇരിക്കണമല്ലോ കുട്ടികളെ. അവിടെങ്ങാനും പോയിരുന്ന് നാമം ജപിക്കും മുത്തശ്ശി, ഞങ്ങൾ ഇവർക്ക് ശല്യം ചെയ്യല്ലേ. ഞങ്ങൾ ഇവിടെ ഫോണിൽ കളിക്കുന്നത് കണ്ടില്ലേ മുത്തശ്ശി? സന്ധ്യ ആവുമ്പോ തുടങ്ങിക്കോളും മുത്തശ്ശിയുടെ ഒരു നാമം ജപിക്കല്. എന്താ ഇത്, ത്രിസന്ധ്യ നേരത്താണോ നിങ്ങളുടെ ഈ ഫോൺ കളി? ഇതെന്താ ഇവിടെയൊക്കെ കാണിച്ചിട്ടിരിക്കുന്നത്? ഈ വയ്യാത്ത ഞാൻ ഇതൊക്കെ ചെയ്യണ്ടേ? നിങ്ങളുടെ അമ്മ ഇവിടെ ഇല്ലാഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം വൃത്തിയാക്കിയിട്ടതല്ലേ. എനിക്കിവിടെ ഒരു വിലയുമില്ല. ഇന്നത്തെ കുട്ടികൾ എന്താ ഇങ്ങനെ? അമ്മ എന്താ ഒറ്റയ്ക്ക് പെറുപെറുക്കുന്നത്? ഒന്നുമില്ല എന്റെ കുട്ടിയെ. മക്കളെ, നിങ്ങൾ എന്താ മുത്തശ്ശിയോട് പറഞ്ഞത്? ഞങ്ങൾ ഇവിടെ ഇരുന്ന് കളിക്കുന്നത് മുത്തശ്ശിക്ക് ഒട്ടും ഇഷ്ടായില്ല അച്ഛാ. ഞാനിവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചതും മുത്തശ്ശിക്ക് ഇഷ്ടായില്ല അച്ഛാ. ഈ മുത്തശ്ശി എന്താ അച്ഛാ ഇങ്ങനെ? ഞങ്ങൾ എന്ത് ചെയ്താലും വഴക്കുറയും. ഇങ്ങനെയൊക്കെയാണോ കുട്ടികളെ നിങ്ങൾ മുത്തശ്ശിയോട് പെരുമാറേണ്ടത്? ഞാൻ എത്ര തവണ പറഞ്ഞു തന്നിട്ടുണ്ട് മുത്തശ്ശിയോട് നന്നായി പെരുമാറണമെന്ന്. പിന്നെ ഞങ്ങൾ എങ്ങനെ പെരുമാറേണ്ടത്? നമ്മേക്കാൾ മുതിർന്നവരെയും പ്രായമായവരെയും അധ്യാപകരെയും നാം എപ്പോഴും ബഹുമാനിക്കണം. മാതാ, പിതാ, ഗുരു, ദൈവം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ കുട്ടികളെ? ബഹുമാനോ? ബഹുമാനം എന്ന് വെച്ചാ എന്താ അച്ഛാ? മറ്റുള്ളവരോട് ചിരിച്ചും മനോഹരമായ വാക്കുകളാൽ സംസാരിക്കുമ്പോഴും അത് ബഹുമാനമാണ് കുഞ്ഞുങ്ങളെ. മനുഷ്യരെ പോലെ തന്നെ പ്രകൃതിയെയും ജീവജാലങ്ങളെയും നാം ബഹുമാനിക്കണം. അതുമാത്രമല്ല കുട്ടികളെ, നിങ്ങളെക്കാൾ മുതിർന്ന ആരായാലും, അതിപ്പോ മുത്തശ്ശിയോ അച്ഛനോ അധ്യാപകരോ ആരുമാകട്ടെ, അവർ പറയുന്നത് അനുസരിക്കുകയും വിനയത്തോടെ പെരുമാറുകയും ചെയ്യുന്നത് ബഹുമാനമാണ്. സോറി അച്ഛാ, ഇനി മുതൽ ഞങ്ങൾ എല്ലാവരെയും ബഹുമാനിച്ചോളാം. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് മനസ്സിലായോ കുട്ടികളെ? എങ്കിൽ വേഗം പോയി മുത്തശ്ശിയെ വിളിച്ചുകൊണ്ടുവരൂ. ശരി അച്ഛാ. വരൂ മുത്തശ്ശി, നമുക്ക് ഒരുമിച്ചിരുന്ന് നാമം ജപിക്കാം. ഇങ്ങനെ വേണം കുട്ടികളെ. നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് മനസ്സിലായില്ലേ? ഇപ്പോഴാണ് നിങ്ങൾ നല്ലവരായത്. അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. നിങ്ങളിപ്പോൾ പുസ്തകങ്ങളോടാണ് കൂട്ടുകൂടേണ്ടത്. അതിൽ നിന്ന് ഒരുപാട് അറിവുകൾ കിട്ടും. ശരി മുത്തശ്ശി, ഇനി ഞങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല. പുസ്തകങ്ങളായിരിക്കും ഞങ്ങളുടെ കൂട്ടുകാർ. എല്ലാവർക്കും ബഹുമാനം നൽകി ഞങ്ങൾ നല്ല കുട്ടികളായി വളരും. ഈ വരുന്ന സെപ്റ്റംബർ 5 അധ്യാപക ദിനമാണല്ലോ. എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമുക്കൊരു ചെറിയ നാടകമായാലോ? ശരി ശരി, ബഹുമാനം തന്നെയാകട്ടെ നമ്മുടെ വിഷയം. മുതിർന്നവരോടും അധ്യാപകരോടും ബഹുമാനത്തോടെ പെരുമാറാനും അറിവിന്റെ വഴിയിലൂടെ വളർന്നു വരാനും നാം ഓരോരുത്തരും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. എല്ലാവർക്കും നല്ലൊരു അധ്യാപക ദിനം നേരുന്നു.